നമ്മളിപ്പോൾ ഉള്ളത് ഫിലിപ്പീൻസിലെ ബൊറാക്കായ് എന്ന് പറഞ്ഞ ഒരു കിഡിലൻ ഐലൻഡിലാണ്. ഇത് ശരിക്ക് ഫിലിപ്പീൻസിൻ്റെ ഒരു എന്താ പറയുക വെക്കേഷൻ ഡെസ്റ്റിനേഷൻ അങ്ങനത്തെ ഒരു സ്ഥലമാണ്. ഇവിടെ ഫുള്ള് അടിപൊളി ബീച്ചുകളാണ്. നമ്മളിവിടെ ഒരു ബീച്ച് സൈഡ് റിസോർട്ടിലാണ് എടുത്തേക്കുന്നത്. ഇതുണ്ടോ ഇവിടെ നിന്നുള്ള വ്യൂ ഒക്കെ ഒരു രക്ഷയില്ല, കിഡിലൻ. രാവിലെ തന്നെ കുട്ടേന്ന് റൂമൊക്കെ വെക്കേറ്റ് ചെയ്ത് എയർപോർട്ടിലെത്തി. ബൊറാക്കായ് ആണ് അടുത്ത നമ്മുടെ ഡെസ്റ്റിനേഷൻ. ഇതൊരു കണക്ഷൻ ഫ്ലൈറ്റ് ആണ്. ഇവിടുന്ന് കയറിയിട്ട് ഫിലിപ്പീൻസിലെ മനിലയിൽ ഇറങ്ങി അവിടുന്ന് പിന്നെ ഒരു ഡൊമസ്റ്റിക് ഫ്ലൈറ്റ് ടു കാറ്റിക്ലാൻ. ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്ന മനില ചെറിയൊരു സിറ്റിയാണെന്ന്, പക്ഷേ ഇത് അത്യാവശ്യം വലിയൊരു സിറ്റിയാണ് കേട്ടോ. നമ്മൾ ഫിലിപ്പീൻസിൽ ലാൻഡ് ചെയ്യുമ്പോൾ നമ്മൾ ഇന്തോനേഷ്യ ചെയ്ത പോലെ തന്നെ ഇവിടെ ഒരു ആപ്ലിക്കേഷൻ ഉണ്ട്. അതിനകത്ത് നമ്മുടെ കൂടെ വരുന്ന ആൾക്കാരുടെയും ഡീറ്റെയിൽസ് ഫില്ല് ചെയ്തിട്ട് കാണിച്ചു കൊടുക്കണം. ലാസ്റ്റ് ഒരു QR കോഡും കിട്ടും. അത് ഇമിഗ്രേഷൻ്റെ ടൈമിലാണ് കാണിച്ചു കൊടുക്കുന്നത്. ഇവിടെ ഇരിക്കുന്ന ഓഫീസേഴ്സ് ഭയങ്കര റൂഡായിരുന്നു. ആപ്ലിക്കേഷനിൽ കുറേ ഡീറ്റെയിൽസ് ഇല്ല എന്ന് പറഞ്ഞ് ഞങ്ങളെ കുറേ നേരം അവിടെ നിർത്തി. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് അടുത്ത ഫ്ലൈറ്റ് ഓടിപ്പാഞ്ഞ് എന്നാണ് കിട്ടിയത്. ലാസ്റ്റ് കോളായിരുന്നു. കുറച്ച് ടൈം കൂടെ അവിടെ നിർത്തിയായിരുന്നതിൽ എന്തായാലും ഈ ഫ്ലൈറ്റ് മിസ്സായാണ്. അപ്പോൾ ഫിലിപ്പീൻസിൽ വരുമ്പോൾ അവരുടെ ആപ്ലിക്കേഷനിൽ കയറിയിട്ട് ഡീറ്റെയിൽസ് എല്ലാം കറക്റ്റായിട്ട് കൊടുക്കാൻ മറക്കണ്ട. ഒന്നും കഴിക്കാണ്ട് രാവിലെ ഹോട്ടലിൽ നിന്ന് ഇറങ്ങിയതാണ്. ഉച്ചയായി, ഒരു സാധനം നിന്നിട്ടില്ല. ആകെ കഴിച്ച ഒരു ബർഗറാണ്. പിന്നെ ഈ ഫിലിപ്പീൻ എയർലൈൻസിൽ കയറിയപ്പോൾ ഇങ്ങനത്തെ ഒരു കുക്കിങ് തന്നു. ബൊറാക്കായിനോട് അടുക്കും തോറും താഴെ നല്ല അടിപൊളി ദ്വീപൊക്കെ കാണാൻ തുടങ്ങി. നല്ല പച്ച കളറുള്ള വെള്ളമൊക്കെ സൈഡിൽ കാണുന്നുണ്ട്. ബൊറാക്കായിലേക്ക് പോകാൻ വേണ്ടി കാറ്റിക്ലാൻ എന്ന് പറഞ്ഞാൽ ഈ ഒരു എയർപോർട്ടിൽ വന്നിട്ടേ പോകാൻ പറ്റുള്ളൂ. ഇവിടേക്ക് എയർപോർട്ടിൻ്റെ അടുത്തേക്ക് എത്തും തോറും ദൂരെ നോക്ക് മലേൻ്റെ മുകളിലൊക്കെ കുറേ വിൻമില്ലൊക്കെ കാണാൻ തുടങ്ങി. ഈ ഒരു ലാൻഡ്സ്കേപ്പ് കണ്ടപ്പോൾ ശരിക്കും എനിക്ക് എന്താ ഫീൽ ചെയ്തതെന്നറിയോ, ജുറാസിക് പാർക്കിൽ ഫസ്റ്റ് ഒരു എയർപോർട്ടിലോട്ട് പോയി ഇറങ്ങുന്നില്ലേ, അതേ ഒരു ഫീലായിരുന്നു. അവിടെ ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ ആ എയർപോർട്ട് കണ്ടപ്പോൾ ആ ഫീല് കുറച്ചുകൂടെ കൂടി. അതേപോലെ നമ്മൾ റൺവേ കൂടെയൊക്കെ നടന്നു വന്നിട്ട് ചെറിയൊരു എയർപോർട്ട്. ഇവിടുന്ന് ഇനി നമ്മൾ ബൊറാക്കായിലേക്ക് പോകാൻ വേണ്ടി ബോട്ടൊക്കെ കയറി പോകണം. ഞങ്ങൾ ഓൾറെഡി മൈ ബൊറാക്കായ് ഗൈഡ് എന്ന് പറഞ്ഞൊരു ടീമിൻ്റെ വണ്ടി ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അവർ വന്നു ഞങ്ങളെ പിക്ക് ചെയ്ത് നേരെ അവിടുത്തെ പോർട്ടല്ല ചെറിയൊരു ബോട്ട് ജെട്ടി പോലത്തെ ഒരു സ്ഥലം അങ്ങോട്ട് വിട്ടു. പോകുന്ന വഴിയൊക്കെ നല്ല അടിപൊളിയാണ്. ഒരു സൈഡിൽ കടലും മറ്റേ സൈഡിൽ എയർപോർട്ടും. ഫസ്റ്റ് ഇംപ്രഷനിൽ തന്നെ എനിക്ക് സ്ഥലം എന്തായാലും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എയർപോർട്ടുള്ള സ്ഥലം വലിയ ഡെവലപ്ഡ് ആയിട്ടുള്ള സ്ഥലമൊന്നുമല്ല. ഇവിടെ അധികം ടൂറിസ്റ്റുകൾ ഇല്ലാന്ന് തോന്നുന്നു. എല്ലാവരും ഇവിടെ വന്ന് ഇറങ്ങി നേരെ ബൊറാക്കായിലേട്ടാണ് പോകുന്നത്. ഇതാണ് ബോട്ട് ജെട്ടി. ഇവിടെ വന്നിട്ട് നമ്മൾ ടിക്കറ്റ് എടുത്തിട്ട് വേണം ബൊറാക്കായിലോട്ട് പോകാൻ. നമ്മൾ ഓൾറെഡി മറ്റേ ടീമുമായിട്ട് ബുക്ക് ചെയ്തുകൊണ്ട് അവർ തന്നെ പോയിട്ട് ടിക്കറ്റൊക്കെ എടുത്തിട്ട് വരും. നമ്മൾ നേരെ വന്നിട്ട് ഇവിടെ ഇരുന്നാൽ മതി. നമ്മളിപ്പം വേറൊരു ടീമുമായിട്ടൊന്നും ബുക്കൊന്നും ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ നേരെ ഇവിടെ വന്നിട്ട് ഇവിടെ ചെന്ന് നമ്മുടെ പാസ്പോർട്ടും കാര്യങ്ങളെല്ലാം കൊടുത്ത് അവിടുന്ന് ടിക്കറ്റ് എടുക്കണം. നമ്മൾ ഓൾറെഡി ഈ ടീമിനെ ബുക്ക് ചെയ്തുകൊണ്ട് അവരതേ ഒരു എംബ്ലോക്ക് അടിച്ച് തന്നിട്ട് ഇവിടുന്ന് നമ്മുടെ ടിക്കറ്റൊക്കെ എടുത്ത് നമ്മളെ ബോട്ടിൽ കയറ്റി വിടും. എന്നിട്ട് അവർ കൂടെ വരില്ല. അവിടെ ഇറങ്ങിക്കഴിയുമ്പോൾ അപ്പർ സൈഡിലെ ആൾക്കാരുണ്ടാവും. അവർ നമ്മുടെ ഈ മേത്തുള്ള സാധനം കണ്ട് ഐഡൻറ്റിഫൈ ചെയ്ത് നമ്മളെ വന്ന് അവിടുന്ന് കാറെ കയറ്റി നമ്മുടെ ഡെസ്റ്റിനേഷനിലോട്ട് കൊണ്ടുപോകും. അങ്ങനെയാണ് പറഞ്ഞത്. ഇവിടെ പോർട്ടർമാരുണ്ടാവും. നമ്മുടെ വലിയ പെട്ടിയൊക്കെ ആണെങ്കിൽ അത് നമുക്ക് ഈ ബോട്ടിലോട്ട് കയറ്റാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഇവർ വന്നിട്ട് ഈ സാധനം എടുത്ത് ഇങ്ങനെയാണ് കയറിപ്പോണേ. ചെറിയൊരു പാലം പോലെ ഉണ്ടാവും. അതിലൂടെ നടന്നിട്ട് വേണം അപ്പുറം എത്താൻ. അപ്പോൾ നമുക്ക് അത് പെട്ടി കയറ്റാൻ പാടാണെങ്കിൽ ഇവരോട് പറഞ്ഞു കഴിഞ്ഞാൽ അവർ കയറ്റി തരും. ഒരു പെട്ടിക്ക് നമ്മുടെ നാട്ടിൽ ഒരു 150 രൂപ എങ്ങാണ്ട് കൊടുക്കണം. അവർ ചോദിക്കൊന്നുമില്ല. ചിലപ്പോൾ നമ്മുടെ പെട്ടി നേരെ വന്ന് എടുത്തുകൊണ്ട് പോകും. അപ്പോൾ നമുക്ക് ആവശ്യമില്ലേ അവരോട് പറയണം, വേണ്ട ഞങ്ങൾ തന്നെ കയറ്റിക്കോടാന്ന്. ഇതാണ് ഈ ബോട്ടിൻ്റെ ഒരു ഉൾഭാഗം. ഒരു കുഞ്ഞൻ ബോട്ട്. നമ്മുടെ നാട്ടിലെ കണ്ടക്ടർ പോലെ ഒരാൾ വന്നിട്ട് നമുക്ക് കയറുന്നതിന് മുമ്പ് തന്ന നമ്മുടെ നമ്പർ ആ ഒരു സാധനം തിരിച്ചു മേടിക്കും. ഇവിടെ ഇറങ്ങി പുറത്ത് ചെന്നപ്പോഴേക്കും നമ്മുടെ വണ്ടി അവിടെ വന്ന് കിടക്കുന്നുണ്ടായിരുന്നു. 4 പേരും പിന്നെ 2-3 പെട്ടിയൊക്കെ ഉണ്ടെങ്കിൽ ഇതേപോലത്തെ വലിയ വണ്ടികളാണ് ഇവിടെ വരുന്നത്. ബൊറാക്കായ് എന്ന് പറഞ്ഞ് ഇതിൻ്റെ പുറത്ത് വലിയ ലെറ്റേഴ്സിൽ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള ടൂറിസ്റ്റ് പ്ലേസുകളിൽ
ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഈ സംഭവം. കാരണം ഇവിടെ വരുന്നവരെല്ലാം അതിൻ്റെ ഫോട്ടോ എടുക്കും, എന്തായാലും സോഷ്യൽ മീഡിയയിൽ ഇടുകയും ചെയ്യും. അപ്പോൾ കുറേ പേര് ഈ സാധനം കാണും. ബൊറാക്കായ് ശരിക്കും ഒരു ചെറിയൊരു ഐലൻഡാണ്. ഒരു സൈക്കിളൊക്കെ ഉണ്ടെങ്കിൽ ഒരു ദിവസം കൊണ്ട് മൊത്തം കറങ്ങി വരാൻ പറ്റുന്ന ഒരു ഐലൻഡ്. ഇവിടെ മെയിനായിട്ട് ടുക്ടുക്കും അല്ലെങ്കിൽ ഈ ട്രക്ക് എന്ന് പറഞ്ഞാൽ ടുക്ടുക്കിൻ്റെ ഇലക്ട്രിക് പോലത്തെ വണ്ടി, പിന്നെ നമ്മൾ ഈ പോകുന്ന പോലത്തെ വണ്ടിയാണ് കൂടുതലായിട്ടുള്ളത്. പിന്നെ അതാ മുമ്പിൽ പോണേ കൂട്ട് ബൈക്ക് ഇങ്ങനെ അറ്റാച്ച് ചെയ്ത് വെച്ചേക്കുന്ന വണ്ടികളും കുറേ കണ്ടു. ഈ കടലിൻ്റെ സൈഡിലൊക്കെ ഇവർ വലിയ ബിൽഡിങ്ങും എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് റോഡിൽ നിന്ന് നോക്കുമ്പോൾ ഇവരുടെ കടൽ ഇവരുടെ ഷോപ്പിൻ്റെ ഉള്ളിൽ കൂടെ കാണാൻ പറ്റുള്ളൂ. അപ്പോൾ കടൽ കാണണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഇവരുടെ ഷോപ്പിൻ്റെ ഉള്ളിൽ കയറിയിട്ട് വേണം അങ്ങനെ അപ്പുറത്തേക്ക് പോകാൻ. അങ്ങനെ ഒരു സെറ്റപ്പ് ഇവരുടെ എല്ലാ സ്ഥലത്തും ഞാൻ കണ്ടു. ബൊറാക്കായിലുള്ള ഏറ്റവും വലിയ റിസോർട്ടാണ് നമ്മൾ ബുക്ക് ചെയ്തേക്കുന്നത്, ഫെയർവേസ് ബ്ലൂ വാട്ടർ. ഇവർക്ക് സ്വന്തമായിട്ട് ഗോൾഫ് ഗ്രൗണ്ടും പ്രൈവറ്റ് ബീച്ചും അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട്. ഇതിനകത്ത് തന്നെ ശരിക്കും ഒരു ദിവസം സ്പെൻഡ് ചെയ്യാനുള്ള സാധനങ്ങളുണ്ട്. അത് ഓരോന്ന് നാളെ നോക്കാം നമുക്ക്. രാവിലെ എഴുന്നേറ്റ് നേരെ ഫുഡാൻ വിട്ടു. നല്ല അടിപൊളി ബൊഫറ്റായിരുന്നു ഇവരുടെ, കുറേ ഐറ്റംസ് ഉണ്ട്. രാത്രി വന്ന് കയറിയുകൊണ്ട് റിസോർട്ടിൻ്റെ ഭാഗങ്ങളൊന്നും കാണാൻ പറ്റിയിട്ടില്ല. ഇതൊക്കെ ഗോൾഫിൻ്റെ ഓരോ ഭാഗങ്ങളായിട്ട് വരും, ഗോൾഫ് ഗ്രൗണ്ടിൻ്റെ. ഇപ്പോൾ നമ്മുടെ റിസോർട്ടിൻ്റെ അവിടുന്ന് ഈ പ്രൈവറ്റ് ബീച്ചിലേക്ക് വരാൻ വണ്ടി കയറി വരണം, തിരിച്ചു പോകാൻ വണ്ടി പോകണം. അപ്പോൾ നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്യാണ്. വണ്ടി വന്ന് അത്രയും സ്ഥലമുണ്ട് ഈ ഒരു റിസോർട്ട് ആണ് നമ്മുടെ വണ്ടി. ഇതിൽ ശരിക്കും കുറേ പേര് കയറി പോകുന്നതാണ്. നമ്മൾ രാവിലെ എഴുന്നേറ്റ് വന്നുകൊണ്ട് നമ്മൾ മാത്രമേ ഉള്ളൂ. ഇതാണ് ഇവരുടെ പ്രൈവറ്റ് ബീച്ചും അതിൻ്റെ നേരെ മുകളിലുള്ള ഇൻഫിനിറ്റി പൂളും. ഒരു രക്ഷയില്ല, കിഡിലൻ വ്യൂ ആണ് ഇവിടുന്ന്. ഇത് രാവിലെ 6 മണിയാകുമ്പോൾ ഇവിടെ തുറക്കും, വൈകുന്നേരം 6 മണിയാകുമ്പോൾ ക്ലോസും ചെയ്യും. അത്രയും ടൈമാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളൂ. ഇതിൻ്റെ ഒരു ക്ലിഫ് പോലത്തെ ഒരു സ്ഥലമാണ്. ഇവിടുന്ന് കണ്ടോ വാട്ടറൊക്കെ നല്ല ക്ലിയർ, നല്ല പച്ച കളർ. അവിടെ ഒരു സാധനം കൂടെ കാണുന്നുണ്ട്, അങ്ങോട്ട് പോകാൻ പറ്റുമോ അറിയില്ല, നമുക്ക് നോക്കി നോക്കണം. ഇതിപ്പം ഞങ്ങൾ നിൽക്കുന്ന റിസോർട്ടിൻ്റെ പ്രൈവറ്റ് ബീച്ചാണ്, ഈ ഒരു ഭാഗം മാത്രം. താഴെ ഇറങ്ങിയിട്ടില്ല, ഞാനിവിടെ ജസ്റ്റ് വന്നിട്ടേ ഉള്ളൂ. അവിടെ ഒന്ന് പോയി നോക്കട്ടെ. ഇതിപ്പോൾ രാവിലെ ഒരു 7:30 ആയിട്ടേ ഉള്ളൂ. ഇവിടെ ശരിക്ക് ഈ ഇൻഫിനിറ്റി പൂളൊക്കെ കുറച്ച് കഴിഞ്ഞാണ് ഓപ്പൺ ആവുക. ഞാൻ എന്തായാലും താഴെ വരെ ഒന്ന് ഇറങ്ങി നോക്കട്ടെ. ഇവിടെ ശരിക്കും ഇതൊരു ബീച്ച് ഡെസ്റ്റിനേഷൻ അങ്ങനത്തെ പരിപാടിയാണ്. ബീച്ചിൽ വന്നിട്ട് ബീച്ച് ആക്ടിവിറ്റീസ്, വാട്ടർ ആക്ടിവിറ്റീസൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് സൂപ്പറായിട്ടുള്ളൊരു സ്ഥലമാണ്. ഞാൻ താഴെ വരെ പോയി നോക്കിയിട്ട് വരാം. എന്തായാലും നല്ലൊരു വഴി പോലെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടുത്തെ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ, ഇവിടെ ഇതൊരു ദ്വീപാണല്ലോ, ഒരു ഐലൻഡ്. ഇവിടെയുള്ള മണലൊക്കെ നല്ല വെള്ള. ഇവിടെ വൈറ്റ് സാൻഡ് ബീച്ച് എന്ന് പറഞ്ഞൊരു കിടിലൻ സ്ഥലമുണ്ട്, അവിടെ നമ്മൾ പോകുന്നുണ്ട്. ഇതും എനിക്ക് തോന്നുന്നത് വൈറ്റ് സാൻഡ് തന്നെയാണ്, എല്ലായിടത്തും വൈറ്റ് സാൻഡ് തന്നെയാണ്. ഇവിടെയും വൈറ്റാണ് കേട്ടോ. പിന്നെ വെള്ളത്തിനൊക്കെ നല്ല പച്ച കളറുണ്ടാവും അല്ലേ. ഫുള്ള് നല്ല തെങ്ങൊക്കെ വന്ന് കുറേ പേര് ഫോട്ടോഷൂട്ടൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പം ഇങ്ങനെയാണ് ഇവിടുത്തെ ബീച്ച് വരുന്നത്. ഇതുണ്ടോ, ഫുള്ള് വൈറ്റ് സാൻഡാണ്. ഇവിടെ തന്നെ നമുക്ക് കിടക്കാനുള്ള സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ബീച്ച് നോക്ക്, ഇവിടെ കുറച്ച് അലമ്പാട്ടോ ഒരു, പക്ഷേ അങ്ങോട്ട് കാണുന്നുണ്ടെന്നറിയില്ല. അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നല്ല പച്ച കളറുള്ള സംഭവമാണ്. പക്ഷെ ഇവിടെ കുറേ പായലും കാര്യങ്ങളൊക്കെ വന്ന് കിടക്കുന്നുണ്ട്. രാവിലെ ആയതുകൊണ്ടാന്ന് തോന്നുന്നത്, തിരമാലയൊക്കെ കുറച്ച് ശക്തി കൂടിയാണ് അടിച്ച് കയറുന്നത്. കുറച്ച് കഴിയുമ്പോൾ ഇത് കുറയുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് വന്ന് ഇറങ്ങാൻ പറ്റും. ഇവിടെ ഇങ്ങനെ ഒരു അടിപൊളി സ്ഥലമുണ്ട്, ഒരു ഗുഹ പോലെ. ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ നടന്നു വന്നു കഴിഞ്ഞാൽ അപ്പുറ സൈഡിൽ കുറച്ച് കഴിയുമ്പോൾ നേരെ ഇങ്ങനെ കടലിങ്ങനെ റിവീലായി വരും. അത് ഒരു അടിപൊളി ഒരു വ്യൂ ആണ് ശരിക്കും അത്. അപ്പോൾ ഇന്നത്തെ മെയിൻ പരിപാടി എന്ന് പറഞ്ഞാൽ, ഇവിടെ ഒരു ഡി-മാളുണ്ട്, അവിടെ ഒന്ന് പോകണം. കുറച്ച് ബീച്ച് ഡ്രസ്സൊക്കെ മേടിക്കണം. ഷോപ്പിങ്ങിന് പറ്റിയ അടിപൊളി സ്ഥലമാണെന്ന് പറഞ്ഞത്. പിന്നെ ഇവിടെയുള്ള ബീച്ചൊക്കെ ഒന്ന് കണ്ടുവെക്കണം, സ്ഥലങ്ങളൊക്കെ ഒന്ന് ഫെമിലിയർ ചെയ്യാൻ വേണ്ടി. റിസോർട്ടിൽ നിന്ന് ഓരോ ടൈമിൽ ഡി-മാളിലേക്ക് വണ്ടിയുണ്ട്. ഡി-മാളാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ഷോപ്പിംഗ് ഡെസ്റ്റിനേഷൻ. മാൾ എന്നൊക്കെ പേരുള്ളതുകൊണ്ട് ഇതൊരു അടച്ചുപൂട്ടിയ മാളാന്ന് ആരും വിചാരിക്കരുത്. ഇത് ശരിക്കും നമ്മുടെ SM സ്ട്രീറ്റൊക്കെ പോലെ അങ്ങനത്തെ ഒരു സ്ഥലമാണ്. കുറേ കടകൾ, ഫുഡിൻ്റെയും ഷോപ്പിങ്ങിൻ്റെ ആയിട്ട് ഇഷ്ടം പോലെ കടകളുണ്ട്. ഒരു വാക്കിംഗ് സ്ട്രീറ്റ് പോലെ നമുക്കിതിലെ ഫുള്ള് നടന്ന് മൊത്തം എക്സ്പ്ലോർ ചെയ്ത് ഷോപ്പൊക്കെ ചെയ്ത് വരാം.
പിന്നെ ഇതിൻ്റെ നേരെ പുറകിലാണ് ഇവിടുത്തെ ഏറ്റവും ഫേമസ് ബീച്ചുള്ളത്. ഇവർ ശരിക്കും ആ ബീച്ചിനെ 3 ഡിഫറെൻറ്റ് പാർട്ടാക്കിയിട്ടുണ്ട്. സ്റ്റേഷൻ 1, സ്റ്റേഷൻ 2, സ്റ്റേഷൻ 3. ഈ ഡീമാളൊക്കെ ഉള്ളത് സ്റ്റേഷൻ 2-ലാണ്. ഇവിടെയാണ് ഏറ്റവും കൂടുതൽ ആക്ടിവിറ്റീസും ഷോപ്പുകളും ഫുഡ് ഐറ്റംസും അങ്ങനെ എല്ലാ സാധനങ്ങളും, പിന്നെ കുറേ ക്രൗഡും ഉള്ളത് സ്റ്റേഷൻ 2-ലാണ്. സ്റ്റേഷൻ 1 ശരിക്കും കുറച്ചുകൂടി ഒരു എക്സ്പെൻസീവ് സൈഡാണ്. അവിടെയാണ് ഏറ്റവും വലിയ ബീച്ചുള്ളത്, വൈഡായിട്ടുള്ള ബീച്ച്. അവിടെയാണ് വൈറ്റ് സാൻഡ് ബീച്ചും ഉള്ളത്. ശരിക്കും പ്യുവറായിട്ടുള്ള വൈറ്റ് സാൻഡ് അവിടെയാണ് കാണുന്നത്. പിന്നെ ഒരുപാട് ലക്ഷറി ഹോട്ടൽസും ഉണ്ട് അവിടെ. എല്ലാത്തിനും പൈസ കുറച്ച് കൂടുതലായതുകൊണ്ട് ആ സൈഡിലേക്ക് ആൾക്കാർ അത്ര ഉണ്ടാവില്ല. സ്റ്റേഷൻ 2-ലാണ് ഏറ്റവും കൂടുതൽ ആൾക്കാരുള്ളത്. ഇനി സ്റ്റേഷൻ 3 നോക്കുവാണെങ്കിൽ അതാണ് കുറച്ചുകൂടെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള സ്ഥലം. ഹോട്ടലുകളാണേലും ഷോപ്പിങ്ങിനാണേലും എല്ലാത്തിനും കുറച്ചുകൂടെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള സ്ഥലമാണ് സ്റ്റേഷൻ 3. നമ്മളിപ്പോൾ ഉള്ളത് സ്റ്റേഷൻ 2-ലാണ്. പക്ഷേ സ്റ്റേഷൻ 3-ൽ ഇതേപോലെ ഇത്രയും കടകളൊന്നും ഉണ്ടാവില്ല. ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും സൂപ്പർ ബീച്ചുകളുള്ള സ്ഥലമാണ് ഇവിടെ. ഈ ബീച്ചിൻ്റെ സൈഡിലായിട്ട് ഇറങ്ങുമ്പോൾ തന്നെ എന്താ ഒരു വ്യൂ, എന്താ ഒരു വൈബ്. ഈ തെങ്ങൊക്കെ കണ്ടില്ലേ, അതിങ്ങനെ നിൽക്കും. പിന്നെ താഴെ നല്ല വൈറ്റ് സാൻഡും. ഒരു അടിപൊളി വ്യൂ ആണ് ഇവിടുന്ന്. ദൂരെ മലകളും കാണാം, പിന്നെ നീല കളറിലുള്ള വെള്ളവും തൊട്ടടുത്തേട്ട് വരുമ്പോൾ പച്ച കളറിലുള്ള വെള്ളവും. അത് കണ്ട് തന്നെ അറിയണം, ഒരു രക്ഷയില്ലാത്ത വ്യൂ ആണ്. പിന്നെ ഇവിടെ എല്ലാ ദിവസവും ഇത് കണ്ടില്ലേ, ഇതേപോലെ ബൊറാക്കായ് എന്ന് പറഞ്ഞ് ഇവർ എഴുതി ഇങ്ങനെ ഉണ്ടാക്കി വെക്കുന്നുണ്ട്. ഇതിൻ്റെ അടുത്തൊക്കെ പോയി നിന്നിട്ട് നമുക്ക് ഫോട്ടോ എടുക്കാം. ഫോട്ടോ എടുത്ത് കഴിഞ്ഞിട്ട് ഇതുണ്ടാക്കിയ ആൾക്കാർക്ക് നമ്മളൊരു ടിപ്പ് കൊടുക്കണം. അങ്ങനെ ഇവിടെ കുറേ സ്ഥലത്ത് ഞാൻ കണ്ടു ഇങ്ങനെ കുറേ സംഭവങ്ങൾ. പക്ഷെ അടിപൊളിയാട്ടോ ഇവരിതിങ്ങനെ ഉണ്ടാക്കി വെച്ചേക്കുന്നത്. നമ്മൾ ഈ ക്യാമറ എടുത്തിട്ട് എവിടേക്ക് തിരിച്ചാലും നല്ല അടിപൊളി ഫ്രെയിം കിട്ടുന്ന ബീച്ചുകളാണ് ഇവിടെയുള്ളത് മൊത്തം. പിന്നെ ഇവിടെ നല്ല വെയിലാണ്, അപ്പോൾ അതിനുള്ള സൺസ്ക്രീനും കൂളിംഗ് ഗ്ലാസ്സൊക്കെ വെച്ചിട്ട് വന്നാലാണ് അടിപൊളിയായിട്ട് ഇവിടെ നടക്കാൻ പറ്റുള്ളൂ. ഈ വെള്ളം മണലായതുകൊണ്ട് കുറേ നേരം സൺഗ്ലാസ് ഇല്ലാണ്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കണ്ണിനൊക്കെ എന്തോ വിലയാവും. ഈ മഞ്ഞിൽ കുറേ നേരം നോക്കുന്ന പോലെ. നമ്മൾ ഇതിലിങ്ങനെ നടക്കുമ്പം ഇവിടെയുള്ള ഗൈഡുമാർ, അതായത് ട്രിപ്പ് കണ്ടക്ട് ചെയ്യുന്ന ഗൈഡുമാർ നമ്മളെ വന്ന് അപ്രോച്ച് ചെയ്യും. എന്നിട്ട് ഐലൻഡ് ഹബ്ബിങ്ങോ അല്ലെങ്കിൽ ഡേ ടൂറോ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമ്മളെ പിടിപ്പിക്കും. എന്തായാലും ഞങ്ങൾ ഒരു ഡേ ടൂർ ബുക്ക് ചെയ്തിട്ടുണ്ട്. നാളെ നമ്മളൊരു ഡേ ടൂറിന് പോകുന്നുണ്ട്. ഡേ ടൂർ എന്ന് പറയുമ്പം ഒരു ടുക്ക് പോലത്തെ അങ്ങനത്തെ വണ്ടിയിൽ ഒരു 4 മണിക്കൂർ ഇവിടെയുള്ള മെയിൻ സ്ഥലങ്ങൾ പോയി ഇവർ കാണിച്ചു തരും. കൂടെ ഒരു ഗൈഡും ഉണ്ടാവും, മൊത്തം സ്ഥലങ്ങൾ കൊണ്ടുപോയി കാണിച്ചും തരും. അപ്പോൾ ഞങ്ങൾക്ക് 4 പേർക്ക് കൂടെ ഇവിടുത്തെ 1700 ഫിലിപ്പീൻ കറൻസിയാണ് ആയത്. അതിൽ 500 രൂപ അഡ്വാൻസ് ആയിട്ട് കൊടുത്തു. നല്ല അടിപൊളി ഫ്രഷ് സീ ഫുഡ് കിട്ടുന്ന സ്ഥലം കൂടിയാണ് ബൊറാക്കായ്. അപ്പോൾ നമുക്ക് ഡേ ടൂർ ഒപ്പിച്ച് തന്ന ഈ ഗൈഡില്ലേ, പുള്ളിക്ക് ഒരു കൂട്ടുകാരൻ്റെ കടയുണ്ടെന്ന് പറഞ്ഞ് നമ്മളെ വിളിച്ചുകൊണ്ട് നേരെ പോയി. അടിപൊളി സീ ഫുഡ് കിട്ടുന്ന കടയാണെന്നാണ് പറഞ്ഞത്. കുറച്ച് ദൂരം ഉള്ളിലായിട്ട് ഇങ്ങനെ നടക്കാനുണ്ടായിരുന്നു. പിന്നെ അവിടെ എത്തി നമുക്ക് ഏത് മീനാണോ വേണ്ടത് അത് നമുക്ക് തന്നെ ചൂസ് ചെയ്ത് അത് എത്ര കിലോ ഉണ്ടെന്ന് നോക്കി നമുക്ക് അതിൻ്റെ പൈസയും കൊടുത്ത് എടുക്കാൻ പറ്റും. ഞങ്ങളെന്തായാലും വലിയൊരു മീനും ഒരു വലിയ ഞണ്ടും കൂടെ ഓർഡർ ചെയ്തു. നമ്മളെ നാട്ടിലുള്ള പോലെ ഇവിടെയൊന്നും അധികം മസാലയൊന്നും ഇടൂല. ഉപ്പും കുറച്ച് സംഭവം വെച്ചിട്ട് വേവിച്ചിങ്ങനെ തരും. അപ്പം ഇവിടെ എല്ലാ സ്ഥലത്തും ഫിഷ് ഓയിൽ യൂസ് ചെയ്യുന്നുണ്ട്. ഫിഷ് ഓയിൽ ഇഷ്ടമല്ലാത്തവർ ആദ്യം തന്നെ പറഞ്ഞു കൊടുക്കണം അവരോട് ഫിഷ് ഓയിൽ യൂസ് ചെയ്യണ്ടെന്ന്. അതിട്ട് കഴിഞ്ഞാൽ എനിക്കെന്തോ അത് വലിയ ഇഷ്ടമല്ല. അത് കാരണം ഞങ്ങൾ ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് വേണ്ടാന്ന്. മീൻ എന്തായാലും അടിപൊളിയായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു മീനിന്. അവിയേട്ടൻ ഞണ്ട് തിന്നാൻ കഷ്ടപ്പെടുന്ന കണ്ടിട്ട് അവിടുത്തെ ആൾക്കാർ ഇങ്ങനെ പൊട്ടിക്കുന്ന ഒരു സാധനം കൊണ്ട് കൊടുത്തു. ഇത് ആദ്യം തന്നെ കിട്ടുമായിരുന്നു, നല്ല സുഖമായിരുന്നു. ഉണ്ടോ, ഇത് പൊട്ടിക്കാൻ വേണ്ടി നല്ല സുഖം. അങ്ങനെ ഞെക്കുക വെക്കുക ഞെക്കുക പൊട്ടിക്കുക തിന്നുക, അങ്ങനെ മൊത്തം തിന്ന്. എന്തായാലും മേടിച്ച സാധനങ്ങളെല്ലാം ഫുള്ള് കംപ്ലീറ്റ് ആക്കിയിട്ടാണ് നമ്മളവിടെ നിന്ന് ഇറങ്ങിയത്. പുറത്തിറങ്ങി കഴിഞ്ഞപ്പം രാത്രിയായി, സൺസെറ്റ് മിസ്സായി. ഫുഡ് കഴിക്കുന്ന ആക്രാന്തത്തിൽ അത് ഓർത്തില്ല. പിന്നെ അവിടുന്ന് നേരെ ഞങ്ങൾ ഹോട്ടലിലേക്ക് വിട്ടു. ഇന്നാണ് അവിടെ ഫോം പാർട്ടി ഉള്ളത്. അപ്പോൾ അതിനിറങ്ങാൻ വേണ്ടിയുള്ള ഡ്രസ്സ് വാങ്ങാൻ വേണ്ടി വന്നതാണ്. നമ്മൾ ആനന്ദം മൂവിയിൽ നിവിംബോളി ചെയ്യുന്ന ഫോം പാർട്ടിയെ കണ്ടിട്ടുള്ളൂ, നേരിട്ട് ഇതുവരെ കണ്ടിട്ടില്ല. അപ്പോൾ അതെന്തായാലും ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യണമെന്ന് വിചാരിച്ച് തന്നെയാണ് പോകുന്നത്. രാത്രിയായി കഴിഞ്ഞപ്പോൾ ഇവിടെ പിന്നെയും കളർഫുള്ളായി. നേരത്തെ ഉണ്ടായിരുന്നേക്കാളും കൂടുതൽ ആൾക്കാരും ഉണ്ട്, കൂടുതൽ ആക്ടിവിറ്റീസും ഇവിടെ ഓണായി തുടങ്ങി. തിരിച്ചു പോകാൻ നമുക്ക് റിസോർട്ടിൻ്റെ വണ്ടി ഉണ്ടാവില്ല. ഇവിടുന്ന് തന്നെ നമുക്ക് ഈ ട്രക്ക് കിട്ടും. അതെടുത്തിട്ട് നമുക്ക് നേരെ റിസോർട്ടിൻ്റെ അങ്ങോട്ട് പോകാം. റിസോർട്ടിൻ്റെ മെയിൻ ഗേറ്റ് വരെ ഈ വണ്ടിയൊക്കെ വരും. അവിടെ നമ്മൾ ഇറങ്ങിയിട്ട് മെയിൻ ഗേറ്റിൻ്റെ അവിടെ പോയി നിന്ന് റിസോർട്ടിൻ്റെ വണ്ടി വരുന്നവരെ അവിടെ നിൽക്കണം. അപ്പം തന്നെ വണ്ടി വരും കേട്ടോ, പക്ഷെ ഇതിൻ്റെ ഉള്ളിലായിട്ട് ഇവർ കടത്തി വിടൂല.
ഇതിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാലും കുറേ ദൂരം പോകാണ്ട് നമ്മുടെ റൂമിലോട്ട് എത്താൻ വേണ്ടി. റൂമിൽ പോയി ഡ്രസ്സ് മാറി നേരെ ഫോം പാർട്ടിക്ക്. ഈ റിസോർട്ടിൻ്റെ അകത്ത് തന്നെ ഒരു 3-4 സ്വിമ്മിംഗ് പൂളുണ്ട്. അതിൽ ഒരെണ്ണത്തിലാണ് ഇപ്പോൾ ഫോം പാർട്ടി നടക്കുന്നത്. ഇതൊരു ഈവനിങ് 5 മണിയായപ്പോൾ സ്റ്റാർട്ട് ചെയ്തതാണ്. ഇത് ഓരോ ടൈം കൂടുമ്പോഴും ഇവർ ഈ പീരങ്കി പോലത്തെ ഒരു സാധനമുണ്ട്, അതിനകത്തുനിന്ന് ഇങ്ങനെ ഫോം അടിച്ചു വിടും. അത് നമുക്കിങ്ങനെ നമ്മുടെ അടുത്തായിട്ട് ഇങ്ങനെ പറന്ന് വരും. ഇപ്പം ഞങ്ങൾ ചെന്നപ്പോൾ ഓൾറെഡി കുറേ അടിച്ചിട്ടുണ്ട്. ഇനി നോക്കട്ടെ ഇപ്പോൾ അടിക്കുമെന്ന്. ഇത് കണ്ടോ, ഇങ്ങനെയാണ് ഇതിനകത്തായിട്ട് ഫോം അടിക്കുന്നത്. ഇങ്ങനെ കുറേ ഫോം ഇതിനകത്തായിട്ട് ഇങ്ങനെ അടിച്ചു വിടും. നല്ല രസമാണ് കേട്ടോ അത് അടിച്ചു വിടുമ്പോൾ. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു സാധനം എക്സ്പീരിയൻസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇതൊരു വെറൈറ്റി ഫൺ എക്സ്പീരിയൻസ് ആയിരുന്നു. കുറേ നേരം ഈ പതേൻ്റെ ഇടയിൽ കൂടെ അടിച്ചു പൊളിച്ച് നടന്നിട്ട് ഇന്നത്തെ ഡേ അവസാനിപ്പിച്ചു. ഇനി നാളെ ഡേ ട്രിപ്പാണ്. രാവിലെ 9:30 ആകുമ്പോൾ ഗേറ്റിൻ്റെ അവിടെ വണ്ടി വരുമെന്നാണ് പറഞ്ഞത്. അപ്പം നാളെ കാണാം.